ഹലോ സ്റ്റുഡൻസ്, റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ സെക്കൻഡ് പോർഷനാണ്. പേജ് നമ്പർ 149 ഡെലഗേഷൻ ഓഫ് അതോറിറ്റി ബൈ ആൻ ഏജൻറ്റ്. ഈ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി മാനേജ്മെൻറ്റിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അധികാര കൈമാറ്റമാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി ബൈ ആൻ ഏജൻ്റാണ്. ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പാൾ അയാളുടെ കഴിവിൽ വിശ്വസിച്ച് അയാളുടെ ഇൻറ്റഗ്രിറ്റി, കോമ്പറ്റൻസ്, സ്കില്ല് ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക് എന്താണോ അത് അയാൾ തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഏജൻറ്റിന് ഒരിക്കലും അധികാര കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ആ നോട്ടിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ ഒരു ലാറ്റിൻ ടേം പറഞ്ഞിട്ടുണ്ട്, ഡെലഗേറ്റസ് നോൺ പൊട്ടസ്റ്റെ ഡെലഗേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ that a person to whom authority has been given cannot delegate that authority to another. അതായത് ആർക്കാണോ ഒരു അധികാരം നൽകിയിരിക്കുന്നത് അത് അയാൾ ഒരിക്കലും ഡെലഗേറ്റ് ചെയ്യാനായിട്ട്, കൈമാറ്റം ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ലാറ്റിൻ ടേമിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹവർ ദെയർ ആർ എക്സെപ്ഷണൽ സിറ്റുവേഷൻ വെയർ അൻ ഏജൻറ്റ് മേ അപ്പോയിൻറ്റ് അനദർ ഏജൻറ്റ്. ചില എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ, ചില ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ ഒരു ഏജൻറ്റിന് മറ്റൊരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഏജൻറ്റിൻ്റെ പേരാണ് സബ് ഏജൻറ്റ്. അതായത് ഒരു ഏജൻറ്റിൻ്റെ കീഴിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു ഏജൻറ്റാണ് സബ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അതാണ് അടുത്ത ഹെഡ് പഠിക്കാനായിട്ടുള്ള സബ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സബ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഏജൻറ്റ് അയാളുടെ കീഴിൽ അല്ലെങ്കിൽ അയാളുടെ കൺട്രോളിന് കീഴിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു പേഴ്സണെയാണ് നമ്മൾ സബ് ഏജൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ചില ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ മാത്രം, എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ മാത്രമേ നമുക്ക് സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കസ്റ്റം ഓഫ് ട്രേഡ്. കസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പ്രദായമാണ്. അതായത് ട്രേഡ് എന്ന് പറഞ്ഞാൽ വ്യാപാരം. അപ്പോൾ ആ വ്യാപാരത്തിൽ നിലവിലിരിക്കുന്ന സമ്പ്രദായം എന്താണോ അതിനനുസരിച്ച് പുതിയൊരു ആളെയും കൂടെ അപ്പോയിൻറ്റ് ചെയ്യാമെന്നാണ് നിലവിലുള്ള സമ്പ്രദായമെങ്കിൽ അവിടെ സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത് നേച്ചർ ഓഫ് ഏജൻസി. അതായത് ഏജൻസിയുടെ സ്വഭാവം എന്താണോ, ഇവർ നടത്തുന്ന ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണോ, ആ ബിസിനസ്സിൽ ഇങ്ങനെ ഒരാളെ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നേച്ചർ ഓഫ് ഏജൻസി. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് ഇംപ്ലൈഡ് കൺസെൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പാൾ. കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതമാണ്. ഇംപ്ലൈഡ് കൺസെൻറ്റ്, അതായത് പ്രിൻസിപ്പാളിൻ്റെ സമ്മതം അവിടെ ഉണ്ട് എന്ന് കരുതപ്പെടുവാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രിൻസിപ്പാളിൻ്റെ സമ്മതമുണ്ട് എന്ന് കരുതപ്പെടുന്ന സാഹചര്യങ്ങളിലും അവിടെ സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫോർത്ത് വൺ എമർജൻസി. എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഫിഫ്ത്ത് വൺ മിനിസ്റ്റീരിയൽ ആക്ട്. മിനിസ്റ്റീരിയൽ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിസ്റ്റീരിയൽ മീൻസ് ഔദ്യോഗികം എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. മിനിസ്റ്റീരിയൽ ആക്ട് എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തികൾ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ചെയ്യേണ്ട വർക്ക് പ്യുവർലി മിനിസ്റ്റീരിയൽ ആയിട്ടുള്ളതാണ്. അതായത് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത, കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഹസ്യ സ്വഭാവമൊന്നും ഇല്ലാത്ത വർക്കാണ് ചെയ്യേണ്ടത്. അതായത് അധികം സ്കില്ലൊന്നും ആവശ്യമില്ല, ആരെക്കൊണ്ട് വേണേലും ചെയ്യാം എന്നുള്ള പ്രവർത്തികളാണെന്നുണ്ടെങ്കിൽ അവിടെ സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് എക്സ്പ്രസ് കൺസെൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാളിൻ്റെ പ്രകടമായ സമ്മതത്തോടു കൂടി സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 6 പോയിൻ്റാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ വ്യാപാരത്തിൽ നിലവിലിരിക്കുന്ന സമ്പ്രദായം എന്താണോ അതിനനുസരിച്ച്. രണ്ടാമത്തെ ഏജൻസി ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച്. മൂന്നാമത്തെ പ്രിൻസിപ്പാളിൻ്റെ സമ്മതം ഉണ്ടെന്ന് കരുതപ്പെടുന്ന സാഹചര്യങ്ങളിൽ. നാലാമത്തത് അടിയന്തര സാഹചര്യങ്ങളിൽ. അഞ്ചാമത്തത് ഔദ്യോഗികമായ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട്. ആറാമത്തത് പ്രിൻസിപ്പാളിൻ്റെ പ്രകടമായ സമ്മതത്തോടു കൂടി. ഈ 6 സിറ്റുവേഷൻസിൽ മാത്രമാണ് സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് ഈ 6 എണ്ണമാണ് ആ എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഹെഡ് പറയാനുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ് ഏജൻറ്റ് ആൻഡ് ദ പ്രിൻസിപ്പാളാണ്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു 6 സിറ്റുവേഷൻസിലാണ് നമുക്ക് സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആ 6 സിറ്റുവേഷൻസിൽ മാത്രം സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അയാളുടെ അപ്പോയിൻമെൻറ്റ് പ്രോപ്പർ അപ്പോയിൻമെൻ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ സാഹചര്യങ്ങളിലല്ലാതെ
ഒരു സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇംപ്രോപ്പർ അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് പ്രോപ്പറാണോ ഇംപ്രോപ്പറാണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രിൻസിപ്പാളും സബ് ഏജൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഹെഡ് കിടക്കുന്നത് വേറെ സബ് ഏജൻറ്റ് ഈസ് പ്രോപ്പർലി അപ്പോയിൻറ്റഡ്, അതായത് മുകളിൽ പറഞ്ഞ 6 സിറ്റുവേഷൻസിലാണ് അയാളെ അപ്പോയിൻറ്റ് ചെയ്ത്, അതായത് പ്രോപ്പർ അപ്പോയിൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏജൻറ്റും പ്രിൻസിപ്പാളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറഞ്ഞേക്കുന്നത്. 3 പോയിൻ്റാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പാള് തേർഡ് പാർട്ടീസിനോട് ലയബിളായിരിക്കും, അതായത് സബ് ഏജൻറ്റ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പ്രിൻസിപ്പാള് തേർഡ് പാർട്ടീസിനോട് ബാധ്യതയുള്ളവനായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ്. തന്നെ അടുത്ത രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഏജൻറ്റ് പ്രിൻസിപ്പാളിനോട് ബാധ്യസ്ഥനായിരിക്കും. കാരണം ഈ ഏജൻറ്റിനെ സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഏജൻ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻറ്റ് പ്രിൻസിപ്പാളിനോട് ബാധ്യസ്ഥനായിരിക്കും, അതായത് ആൻസറബിൾ ആയിരിക്കും. തേർഡ് പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സബ് ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഫ്രോഡ്, വഞ്ചന അല്ലെങ്കിൽ വിൽഫുള്ളായിട്ടുള്ള തെറ്റായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള തെറ്റുകൾ ഒന്നും പറ്റിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ സബ് ഏജൻറ്റിന് പ്രിൻസിപ്പാളിനോട് ബാധ്യതകൾ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല, റെസ്പോൺസിബിലിറ്റി ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഇയാൾ മനഃപൂർവ്വം എന്തെങ്കിലും വഞ്ചനയോ അതല്ല എന്തെങ്കിലും ഫ്രോഡോ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് പ്രിൻസിപ്പാളിനോട് റെസ്പോൺസിബിലിറ്റി വരുള്ളൂ. അടുത്ത ഹെഡ് നമുക്ക് പഠിക്കാനുള്ള വേറെ സബ് ഏജൻറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി അപ്പോയിൻറ്റഡ്. സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പറായിട്ടല്ല, അതായത് ഈ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിലല്ല എങ്കിലാണ് അത് ഇംപ്രോപ്പർ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 3 പോയിൻ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പാൾ സബ് ഏജൻറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ആൻസറബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇയാളുടെ അപ്പോയിൻമെൻറ്റ് തന്നെ പ്രോപ്പറല്ല, അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാളിന് തേർഡ് പാർട്ടീസിനോടോ മറ്റേതെങ്കിലും വ്യക്തികളോടോ സബ് ഏജൻറ്റിൻ്റെ പ്രവൃത്തികൾക്ക് ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. സെക്കൻഡ് പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത് ഏജൻറ്റ് പ്രിൻസിപ്പാളിനോടും തേർഡ് പാർട്ടീസിനോടും സബ് ഏജൻറ്റിൻ്റെ പ്രവൃത്തികൾക്ക് ആൻസറബിൾ ആയിരിക്കും. അതായത് സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഏജൻ്റാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ആൻസറബിൾ ആണ്, പ്രിൻസിപ്പാളിനോടും ആൻസറബിൾ ആണ്, തേർഡ് പാർട്ടീസിനോടും ആൻസറബിൾ ആണ്. തേർഡ് പോയിൻ്റ് സബ് ഏജൻറ്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിൻസിപ്പാൾ. സബ് ഏജൻറ്റ് പ്രിൻസിപ്പാളിനോട് റെസ്പോൺസിബിൾ ആയിരിക്കുന്നതല്ല, പക്ഷേ ഏജൻറ്റിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും. കാരണം അയാളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഏജൻ്റാണ്, അപ്പോൾ അതുകൊണ്ട് അയാൾ ഏജൻറ്റിനോട് ആൻസറബിൾ ആയിരിക്കും. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് അല്ലെങ്കിൽ കോ ഏജൻ്റാണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏജൻറ്റിന് പകരമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ നെയിം ചെയ്യുന്ന, അതായത് ഇയാളുടെ പേര് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറയുന്നത് ഏജൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഏജൻറ്റ് നെയിം ചെയ്യുന്നത് കൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏജൻറ്റ് നല്ല രീതിയിലുള്ള കെയറും ഡിലിജൻസും എല്ലാം കാണിച്ച് മാത്രമേ ഒരാളുടെ പേര് സെലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റും പ്രിൻസിപ്പാളും തമ്മിലൊരു പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. പ്രിവിറ്റി മീൻസ് സ്വകാര്യത എന്നുള്ളതാണ്. അവർക്കിടയിലൊരു സ്വകാര്യതയുണ്ടായിരിക്കും അവരുടെ കോൺട്രാക്റ്റിന്. അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ഏജൻറ്റ് റീസണബിൾ ആയിട്ടുള്ള ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ ജാഗ്രതയാണ്, ജാഗ്രത കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഇയാൾ ജാഗ്രത കാണിച്ചില്ല അല്ലെങ്കിൽ കെയർ കാണിച്ചില്ല അല്ലെങ്കിൽ ഇയാളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മൂലം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവിടെ ഏജൻറ്റ് ബാധ്യതയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇയാൾ കെയർ കാണിക്കണം, ഡിലിജൻസ് കാണിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇയാൾ ഡിലിജൻസും കെയറും എല്ലാം കാണിച്ച് കഴിഞ്ഞിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഏജൻറ്റിനെ ഒരിക്കലും ബാധിക്കുന്നതല്ല, അയാൾ റെസ്പോൺസിബിൾ ആയിരിക്കുന്നതുമല്ല. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ സബ് ഏജൻറ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ആണ്. സബ് ഏജൻറ്റ് എന്ന് പറയുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഏജൻറ്റ് ആണ്, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്ന് പറയുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് പ്രിൻസിപ്പാളാണ്. ദെൻ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സബ് ഏജൻറ്റും പ്രിൻസിപ്പാളിനും ഇടയ്ക്ക് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഇല്ല, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റും പ്രിൻസിപ്പാളും തമ്മിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സബ് ഏജൻറ്റ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പാളാണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്ന് പറയുന്നത് സബ് ഏജൻറ്റ് റെസ്പോൺസിബിൾ ടു ഏജൻറ്റും ഉണ്ട്, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് നോട്ട് റെസ്പോൺസിബിൾ ടു ഏജൻറ്റ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവിടെ ഏജൻറ്റിന് റെസ്പോൺസിബിലിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല,
സബ് ഏജൻറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഏജൻറ്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. വായിച്ച് നോക്കണേ.